ബി.ജെ.പി. നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി മുൻ പാർട്ടി ദേശീയ അധ്യക്ഷനുമായ നിതിൻ ഗഡ്കരി രംഗത്ത്. ചില ബി.ജെ.പി. നേതാക്കളുടെ വായിൽ തുണി തിരികെ വയ്ക്കണമെന്നാണ് ഗഡ്കരി പറഞ്ഞത്. ബോംബെ ടു ഗോവ എന്ന ബോളിവുഡ് സിനിമയിലെ രംഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗഡ്കരി വിമർശനം ഉന്നയിച്ചത്. സിനിമയിൽ മാതാപിതാക്കൾ വിശപ്പടക്കാനായി കുട്ടിയുടെ വായിൽ തുണി തിരികെ വയ്ക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ കാര്യത്തിലും ഇതേ സമീപനം സ്വീകരിക്കണമെന്നായിരുന്നു ഗഡ്കരി റിപ്പബ്ലിക് ഉച്ചകോടിയിൽ അഭിപ്രായപ്പെട്ടത്. ഹനുമാന്റെ ജാതിയെക്കുറിച്ചും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഗോത്രത്തെക്കുറിച്ചുമെല്ലാം വിവാദ പ്രസ്താവനകൾ നടത്തി ബി.ജെ.പി. നേതാക്കളെ കുറിച്ചാണോ ഈ പരാമർശമെന്ന ചോദ്യത്തിന് താൻ തമാശ പറഞ്ഞതാണെന്നാണ് ഗഡ്കരി മറുപടി നൽകിയത്. ഹനുമാൻ വനവാസിയായ ദളിതനാണെന്ന് രാജസ്ഥാനിലെ അൽവറിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കൾ ജാതിയുടെ പേരിൽ വിമർശിച്ചിട്ടുമുണ്ട്. വിവാദ പ്രസ്താവനകൾ നടത്തി സ്ഥിരമായി ബി.ജെ.പി. നേതാക്കൾ വെട്ടിലാകാറുണ്ട്. ഇതിലൂടെ വിമർശനങ്ങൾക്ക് മാത്രമല്ല നിരന്തരമായി ട്രോളുകൾക്കും ബി.ജെ.പി. നേതാക്കൾ ഇരയാകാറുണ്ട്. ബി.ജെ.പിയിലെ നേതാക്കളുടെ ഈ പ്രവണതയെ വിമർശിച്ചാണ് ചില ബി.ജെ.പി. നേതാക്കൾ സംസാരം കുറിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് ഗഡ്കരി അഭിപ്രായപ്പെട്ടത്. രാഷ്ട്രീയക്കാർ മാധ്യമങ്ങളോട് ഇടപെടുന്നതിൽ മിതത്വം പാലിക്കണമെന്നും ബി.ജെ.പിയിൽ അത് വളരെ അധികമാണെന്നും ഗഡ്കരി പറഞ്ഞു. റാഫേൽ വിഷയത്തിൽ ബി.ജെ.പി. വിളിച്ചു ചേർത്ത 70ഓളം വാർത്താ സമ്മേളനങ്ങളുടെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബി.ജെ.പി. നേതാക്കൾക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. 2019-ൽ ബി.ജെ.പിയെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് പകരം ഗഡ്കരിയെ നിയോഗിക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് പാർട്ടി നേതാക്കളെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ഗഡ്കരിയുടെ നീക്കം. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടി.വി. ചാനൽ മേധാവി അർണവ് ഗോസ്വാമിയെ പരിഹസിച്ചുകൊണ്ട് മാധ്യമങ്ങളെ വിമർശിച്ച് നിതിൻ ഗഡ്കരി രംഗത്തെത്തിയിരുന്നു. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഹനുമാൻ ദളിതനാണെന്ന പ്രസ്താവന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ വിമർശിച്ചുകൊണ്ടാണ് നിതിൻ ഗഡ്കരി സംസാരിച്ചത്. നമ്മൾ മാറണമെങ്കിൽ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും മാറേണ്ടതുണ്ട്. നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ആദരവ് ലഭിക്കുന്നില്ല, തെറ്റ് ചെയ്യുന്നവർക്കാകട്ടെ ശിക്ഷയും ലഭിക്കുന്നില്ല. പല കാര്യങ്ങളിലും ഇതാണ് സ്ഥിതി. നല്ല വാർത്തകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് ഇന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുക്കണം. ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ എന്തൊരു കവറേജാ നിങ്ങൾ നൽകുക? ഒരു രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും പ്രസ്താവന നടത്തിയാൽ നിങ്ങൾ അന്ന് 8-നും 9-നും ഇടയിൽ ചർച്ച നടത്തുകയും കൺട്രി വാണ്ട്സ് ടു നോ എന്ന് ചോദിക്കുകയും ചെയ്യും, ഗഡ്കരി ചോദിച്ചു. റിപ്പബ്ലിക് ടി.വിയിൽ ദ ഡിബേറ്റ് എന്ന് പറയുന്ന അർണവ് ഗോസ്വാമിയുടെ ഷോയിൽ ദ നാഷണൽ വാണ്ട്സ് ടു നോ എന്ന് അർണവ് പലതവണ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ പരോക്ഷമായി പരാമർശിച്ചാണ് ഗഡ്കരിയുടെ പരിഹാസം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.